ഹലോ നമസ്കാരം. എന്താണ് എല്ലാവരുടെ വിശേഷം? ഇന്ന് ടേസ്റ്റി എയ്ഡ്സിൻ്റെ വക നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങക്കായ തോരനാണ് ഉണ്ടാക്കുന്നത്. നാളികേരമൊന്നും ചേർക്കാത്ത തോരനാണ്. മുരിങ്ങക്കായ നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും, മുരിങ്ങക്കായ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ വെച്ചിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുവിധം നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി, റോസ്മട്ട അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറുകയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് എടുത്തോണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇത് നന്നായിട്ട് മൊരിച്ച് വറുത്തെടുത്തിട്ട് അത് മാറ്റിയതിൻ്റെ ശേഷം അരി നമ്മൾ മാറ്റിയിട്ട് പിന്നെ അതേ പാനിലേക്ക് തന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ നല്ല ജീരകം 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് നമ്മുടെ കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണ് വെള്ള എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ള എള്ള് ഇട്ട് കൊടുക്കുമ്പോഴേക്കും തീയൊന്നോ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് മൊരിഞ്ഞ് വരും എള്ള് ഇടുമ്പോൾ തന്നെ കേട്ടോ. ഒരുപാട് നേരമൊന്നും ഇട്ടിട്ട് വറുത്തെടുക്കണ്ട. ആ എള്ളും കൂടെ ഇതിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് ക്വാണ്ടിറ്റി കപ്പലണ്ടിയൊക്കെ കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ 5 മുരിങ്ങക്കായ്ക്ക് എടുത്ത അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് തരിപ്പായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ മുരിങ്ങക്കായയുടെ കൂടെ ഇതും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പാകത്തിന് കടുക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും നീളനരിഞ്ഞിട്ട് തന്നെ എടുക്കണം കേട്ടോ. കാരണം അപ്പോഴാണ് നമുക്ക് ആ ഇതിൻ്റെ കൂടെ ആ വെളുത്തുള്ളിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. ചതച്ചിട്ടല്ല, നീളനരിഞ്ഞതാണ് ചേർക്കുന്നത്. വേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു സവോള അരിഞ്ഞതും 2-4 പച്ചമുളക് 2-3 പച്ചമുളക് നടുപൊളിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതും ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളറായിട്ടൊന്നും വഴയേണ്ട, അത്യാവശ്യം ഒന്ന് നന്നായി വഴഞ്ഞ് കിട്ടിയാൽ മതി. കാരണം ഈ മുരിങ്ങാക്കായുടെ ഇടയിൽ നിന്ന് ആ മറ്റേ നമ്മൾ പൊടിച്ച് വെച്ച പൊടികളും ഈ സവോളയും വെളുത്തുള്ളിയൊക്കെ കൂടെ ഇങ്ങനെ ചോറിലൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇതാവണ്ട. പിന്നെ മറ്റേ തക്കാളി നന്നായി ചോപ്പ് ചെയ്തതും കൂടെ നന്നായി വഴറ്റിയിട്ട് പിന്നെ നമ്മൾ മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കണം. മുരിങ്ങക്കായയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം വേണം, അപ്പോഴാണ് ഈ പൊടി അതിലേക്ക് പിടിക്കുകയുള്ളൂ. എന്നിട്ട് ആ മുരിങ്ങക്കായും കൂടെ ഇട്ടിട്ട് പിന്നെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഈ പൊടിയും കൂട്ടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്നൊരു സിമ്മിലിട്ടിട്ട് കുറച്ച് 2 മിനിറ്റ് നേരം നമ്മളൊന്ന് മൂടി വെച്ചിട്ട് എടുക്കുന്നുണ്ട്. ആ മുരിങ്ങക്കായയുടെ ഉള്ളിലേക്ക് ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. നാളികേരം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ.